എന്നിട്ട് അടുക്കളയിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഇഷ്ടദേവനെ ഓ നമോ നാരായണായ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അരിയിടുമ്പോൾ നമ്മൾ ഒരു മന്ത്രമൊക്കെ ഉണ്ട്, അത് എല്ലാവരും ചൊല്ലുമെന്നറിയില്ല, എങ്കിലും നാരായണ എന്ന് ചോദിക്കും, ഓ നമോ നാരായണ പറയാമല്ലോ. അപ്പോൾ അന്നപൂർണി സദാപൂർണി ശങ്കരപ്രാണവല്ലഭി എന്ന് പറയുന്ന നാമമൊക്കെ ചേട്ടാ പഴയകാലത്ത് അരിയൊക്കെ ഇടാറ്. അരിയും വെള്ളം കൂടി ഒരിക്കലും ഒരുമിച്ച് വയ്ക്കരുത്. അരി വെള്ളം തിളച്ച ശേഷം അരി ഇടാവും. അരി ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അത് ഇതിലേക്ക് വാങ്ങി വയ്ക്കും. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ, തെർമൽ കുക്കറിലേക്ക് വാങ്ങി വയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് അപ്പോൾ നമ്മുടെ ഹസ്ബൻഡും നമ്മളെ സഹായിക്കും. നമ്മൾ ഈ രീതിയിൽ പോകുമ്പോൾ നമ്മുടെ ഹസ്ബൻഡും സഹായിക്കും. അങ്ങനെ നമ്മൾ ഒരു തലേ ദിവസം നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. നാളെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ എണീച്ച് നിനക്ക് എന്താ വേണ്ടേ, മറ്റവനെന്താ വേണ്ടേ, അങ്ങനെ ചോദിക്കരുത്. തലേ ദിവസം നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം മേശപ്പുറത്ത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നാളെ ബ്രേക്ക്ഫാസ്റ്റ്, നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് എന്താണ് സ്നാക്സ്, നമുക്ക് എന്താ കൊണ്ടുപോകേണ്ടത്, എല്ലാം തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ പെട്ടെന്ന് പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു അരമുക്കാൽ മണിക്കൂർ ലാഭിക്കാൻ പറ്റും. ഈ ഇതെല്ലാം കഴിഞ്ഞ ശേഷം വിളക്ക് കത്തിക്കണ ഇഷ്ടമുള്ള വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം നല്ലതാണ്. കുളി കഴിഞ്ഞ ഉടനെ വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിച്ച് അരി ഇട്ടുകൊണ്ട് കുക്കറിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് വിളക്ക് കത്തിക്കാം. കുളി കഴിഞ്ഞ് വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിച്ച് കഴിയുമ്പം 5 തിരിയിട്ട് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ ആ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക മാത്രമല്ല, ആ തലേ ദിവസം തിരി ഉപയോഗിക്കുന്ന തലേ ദിവസത്തെ തിരി ഒരിക്കലും വലിച്ചെറിയരുത്. അതൊരു ബോക്സിലിട്ട് വയ്ക്കുക. ഒരു പുഷ്പങ്ങൾ വിളക്കിന് ചുറ്റും ഇട്ടാൽ നന്നായിരിക്കും. ഒരു ചെറിയ കർപ്പൂരം ഇട്ട് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബദേവതകൾ, അച്ഛൻ വഴിയുള്ള കുടുംബദേവി, അമ്മ വഴിയുള്ള കുടുംബദേവി നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഈ കുടുംബദേവതയും മൂലകുടുംബവും അന്വേഷിച്ച് പോട്ട ആവശ്യമില്ല. അത് തൊഴുക. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ഇരുന്ന് നാമം ചെല്ലണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ജോലിക്ക് പോകാനൊക്കെ സാധിക്കില്ല. ഞാനൊക്കെ ട്രെയിനിലും ബസ്സിലൊക്കെ ഇതാണ് വായിച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് സമയമുണ്ട്, പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. അതിപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമ്മളെപ്പോഴും നമുക്ക് രാമ ജപിക്കാം. അതുപോലെ വണ്ടികളിൽ കയറുമ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയായാലും മറ്റുള്ള വണ്ടിയായാലും വണ്ടി കയറുമ്പോൾ എപ്പോഴും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. രാമ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഒരു അപകടവും വരില്ല. അല്ലെങ്കിൽ ശ്രീരാമജയം എന്തെങ്കിലും പറഞ്ഞാൽ മതി. ശ്രീരാമ രാമ എന്ന് ജപിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവും. ഹനുമാൻ സ്വാമി വായുപുത്രനാണ്. നമുക്ക് അപകടങ്ങൾ വരാതെ കാര്യം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ദേവനാണ് ഹനുമാൻ സ്വാമി എന്നാണ് നമ്മുടെ വിശ്വാസം.